നമ്മൾ നോക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ ലെവിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഡെറിവേറ്റീവ്സ് represent the rate of change of function with respect to the independent variable. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡെറിവേറ്റീവിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യണം നോക്കാം. ഡെറിവേറ്റീവിനെ നമ്മൾ മെയിൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് എന്നായിരിക്കും. എഫ് എക്സിന്റെ ഡി ബൈ ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സിന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഡെറിവേറ്റീവ്സ് തന്നെ നമ്മൾ ആദ്യം പഠിക്കാനുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ റൂൾ വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ചോദിക്കും. അതായത് ക്വസ്റ്റ്യനിൽ തന്നെ പറയും ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കും. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് അത് പഠിക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് പഠിച്ചിരിക്കണം, ഈ ഫോർമുല പഠിച്ചിരിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഇതിൽ ഈ ഇവിടെ സ്ഥാനത്ത് ഫംഗ്ഷൻ എന്താണോ അതാണ് വരുന്നത്. ഇപ്പൊ ഫംഗ്ഷൻ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് മാത്രമേ തന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എഴുതി എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് എഴുതി. ഇപ്പം ഫംഗ്ഷൻ എക്സ് സ്ക്വയർ എന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യുന്നതിന് ഇവിടെ എ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞതിന് ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞതിന്. അതേപോലെ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഒരു 2a കൂടെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് വരും. എന്താണെങ്കിലും അതനുസരിച്ചായിരിക്കും ഇവിടെ ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിളിലോട്ട് പോകാം. ഇപ്പൊ ഈ ഫസ്റ്റ് പ്രിൻസിപ്പളിന്റെ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കാൻ. അടുത്ത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറയും ഫസ്റ്റ് പ്രിൻസിപ്പൾ കോൺസെപ്റ്റ് വെച്ചിട്ടോ ഫസ്റ്റ് പ്രിൻസിപ്പൾ റൂൾ വെച്ചിട്ടോ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ, find the derivative of f of x is equal to x square. Find the using first principle. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് തന്നെ സോൾവ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ റൂൾ നമുക്കറിയാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടൈംസ് 0 എച്ച് പ്ലസ് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഹോൾ സ്ക്വയർ വരാൻ കാരണം നമ്മളെ ഫംഗ്ഷൻ എന്നാണ് എക്സ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇവിടെ എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് മൈനസ് ഇനി എന്ത് ചെയ്യും എക്സ് സ്ക്വയർ മൈനസ് ചെയ്യും ബൈ എച്ച്. ഇതാണ് നമ്മളെ ഫോർമുല അപ്ലൈ ചെയ്തപ്പോഴും. ഇനി നമുക്ക് ഇതിൽ എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ കണ്ടോ, നമുക്ക് ഇങ്ങനെ വെച്ചോണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റണം. ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഫോർമുലയായിട്ട് സിമിലർ ആയിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതേപോലെ ചെയ്ത് നടക്കുന്ന അതിന്റെ എക്സ്പാൻഷൻ എന്താ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ഒരു എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ, പിന്നെ ഇവിടെ എന്തുണ്ട് ഒരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, അത് അതേപോലെ ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കാണാം, ഇവിടെ ഒരു പോസിറ്റീവ് എക്സ് സ്ക്വയറും ഉണ്ട്, ഒരു നെഗറ്റീവ് എക്സ് സ്ക്വയറും ഉണ്ട്. നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ഇത് ക്യാൻസൽ ചെയ്ത് കളയാൻ നമുക്ക് ബാക്കി എന്തേ ഉള്ളൂ 2xh പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യം നോക്കുന്നത്. ചെയ്യാൻ പറ്റുമോ, ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇവിടെ എച്ചിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, 0 എന്ന് കൊടുക്കണം. എച്ച് ടൈംസ് 0 ആകുമ്പോൾ ഇവിടെ എന്തോ ഒരു വാല്യൂ, ഇവിടത്തെ ഒരു വാല്യൂ കാണും, ബൈ 0 എന്ന് വരും. ബൈ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എന്തായിട്ടേ കിട്ടത്തുള്ളൂ, ഇൻഫിനിറ്റി ആയിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് പോകുന്നില്ല. നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ അത് നോക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാം, ഇവിടെ രണ്ടിടത്ത് എന്തുണ്ട്, ഒരു എച്ച് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, 2x പ്ലസ് എച്ച് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം, എച്ച് നമുക്ക് എന്ത് ചെയ്യാം കോമൺ ആയിട്ട് എടുക്കാം. ബൈ എന്തുണ്ട്, ഒരു എച്ച് ഉണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതിലൊന്നും മാറ്റില്ല, എച്ച് ടൈംസ് 0 തന്നെയാണ്. അപ്പൊ ഇവിടത്തെ എച്ചും ഇവിടത്തെ എച്ചും ക്യാൻസൽ ആയിപ്പോകും. എന്നിട്ടാണ് നമുക്ക് ബാക്കി എടുക്കുന്ന വാല്യൂ ആയിട്ടുള്ള ഇവിടെ വന്നിരിക്കുന്നത് ലിമിറ്റ് എച്ച് ടൈംസ് 0 2x പ്ലസ് എച്ച് എന്ന്. നമുക്ക് നേരത്തെ മനസ്സിലായി, ഇതൊന്നും ക്യാൻസൽ ആയിപ്പോയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് 2x പ്ലസ് എച്ച് എന്ന് കിട്ടിയത്.
ഇനി നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ബൈ എച്ചും ഇല്ല. ബൈ എച്ച് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തായി പോയേനെ, ഇൻഫിനിറ്റി ആയിട്ട് പോയേനെ. അപ്പൊ നമുക്ക് വേറെ വല്ല വഴി നോക്കണമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എച്ചിന് പകരം ലിമിറ്റ് അങ്ങ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, എച്ചിന്റെ സ്ഥാനത്ത് എന്താവും, 0 ആയി. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും, 2x എന്നായിരിക്കും കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെന്ന് സ്റ്റെപ്പാണ് ഇത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായിട്ടാണ് കിട്ടിയത്, 2x ആയിട്ടാണ് കിട്ടിയത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്, അത് അറിഞ്ഞു വെക്കുക. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് നോക്കി വെക്കുക. ഇതേപോലെ ഏത് ടൈപ്പിലാണ് ചോദിക്കാം. ചെയ്യേണ്ടത് എന്താ, എഫ് ഓഫ് എക്സിന് പോലെ എന്താണോ നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ആ ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുക. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, ഏതെങ്കിലും ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, അപ്ലൈ ചെയ്യുക, ക്യാൻസൽ ആക്കുക, ഷോർട്ട്, പിന്നെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. പിന്നെ എച്ച് ബൈ ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും മാറ്റാനുള്ള വഴി നോക്കുക. അത് മാറ്റി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, നോക്കാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതാണ് ജോമെട്രിക് മീനിങ് ഓഫ് ഡെറിവേറ്റീവ്. ജോമെട്രിക് മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ എന്തായിട്ട് കാണിക്കും, സ്ലോപ്പ് ഓഫ് എ ടാൻജന്റ് കാണിച്ചു തരും. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദി പോയിന്റ് ടു ദ കർവ് അറ്റ് ദ പോയിന്റ്, അത് കാണിച്ചു തരും. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണിച്ചു തരും. അപ്പൊ അതെങ്ങനെയാണ് കാണിക്കുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായാലും 0ക്കാളും വലുതാണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, എക്സിന്റെ റേറ്റിൽ ഇൻക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതേപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് 0ക്കാളും ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും, ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോ അടുത്ത പറഞ്ഞത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. നമുക്കറിയായിരിക്കും ഫംഗ്ഷൻ എന്തും ചെയ്യത്തില്ല, മാക്സിമം ആവാനും ചാൻസ് ഉണ്ട്, മിനിമം ആവാനും ചാൻസ് ഉള്ളത് ഫംഗ്ഷൻ അനുസരിച്ചിരിക്കും. അത് നമ്മൾ എന്താന്ന് പറയുന്നത് സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയും. അപ്പൊ അത് ഇനി അടുത്താണ് നമുക്ക്, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് റൂൾ ഇത് പറയാറുള്ളത്. ഇതിന്റെ വരുന്നതാണ് ബേസിക് ഡിഫറൻസിയേഷൻ റൂള്. അതിൽ ആദ്യം പഠിക്കുന്നതാണ് കോൺസ്റ്റന്റ് റൂള്. കോൺസ്റ്റന്റ് റൂള് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്തേ കിട്ടുള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്, 0 എന്നായിരിക്കും കിട്ടുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഡി ബൈ ഡി എക്സ് ഓഫ് 5 ഈക്വൽ ടു 0. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പവർ റൂൾ. പവർ റൂൾ കൊണ്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്, ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആ പവർ എടുത്ത് ഇങ്ങോട്ട് എഴുതും, എൻ. ഈ പവർ കിടക്കുന്നത് ആദ്യം എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ എക്സ്പോണൻഷ്യന്റെ ബേസ് എന്താണോ അത് രണ്ടാമത് എഴുതും. അതിനുശേഷം എന്ത് ചെയ്യും, പവറിൽ നിന്ന് 1 മൈനസ് ചെയ്തു. ഇതാണ് ബേസിക് ഫോർമുല, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ആദ്യം ചെയ്ത പവർ എടുത്ത് ആദ്യം ഇത് ബേസിന്റെ പവറിൽ നിന്ന് എന്ത് ചെയ്ത് കൊടുത്തു, -1 ചെയ്തു. ഇതാണ് ഇവിടെ ഒരു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുത്താണ് ഇവിടെ കാണിച്ചിട്ടുള്ള. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടിയത്, ഒരു ഈ ആദ്യം എഴുതി എക്സ്, ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, 3 മൈനസ് എക്സ് റൈസ് ടു 3 മൈനസ് 1 എന്നാണ് വന്നത്. അതെന്തായി, അത് 2 ആയിട്ട് വന്നു. അതെന്തായി 2 ആയി, ഇതാ 2 ആയി. ഇനി അടുത്തുള്ളത് പറഞ്ഞാൽ സം ആൻഡ് ഡിഫറൻസ് റൂൾ. ഇത് സം വന്നാലും ഡിഫറൻസ് വന്നാലും ഫോർമുലയ്ക്ക് മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ലിമിറ്റിൽ ഇത് രണ്ടായിട്ടായിരുന്നു പഠിച്ചത്, ഇത് ഒന്നായിട്ട് പഠിച്ചത്. കാരണം ഇവിടെ ഫോർമുലയ്ക്ക് ഒന്നും മാറ്റമില്ല. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എക്സ് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഓരോ ഫംഗ്ഷനെയും ഡെറിവേറ്റീവ് എടുത്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ, അഡീഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇവിടെ എക്സാമ്പിൾ വന്നിട്ടുള്ള അഡീഷൻ ആണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയറിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും, ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുത്തും ചെയ്യാം, അല്ലെങ്കിൽ ഈ എക്സ് ക്യൂബിനെ മാത്രം അതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് രണ്ടാമത് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുത്തായിട്ട് ചെയ്യാം. എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്താലും മതി. രണ്ട് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ, സെയിം ആൻസർ തന്നെ കിട്ടുള്ളൂ, സെയിം സ്റ്റെപ്പും തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേ ലിമിറ്റ്സിലായിരുന്നു നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു,
രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് പ്രോഡക്റ്റ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇങ്ങനെയാണ് അതിന്റെ റൂൾ വരുന്നത്. അതായത് നമ്മളിതിനെ സിമ്പിൾ ആയിട്ട് പറയും ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഡോട്ട് വി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു. ഇങ്ങനെയാണ് നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് പറയുന്നത്. അതായത് എഫ് ഓഫ് എക്സിന് പകരം എന്തെന്ന് കൊടുത്തു, യു എന്ന് കൊടുത്തു, ജി ഓഫ് എക്സിന് എന്തെന്ന് കൊടുത്തു, വി എന്ന് കൊടുത്തു. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ്. എന്ത് ചെയ്തു, ആദ്യം എക്സ് സ്ക്വയർ അതേപോലെ എഴുതി എക്സ് ക്യൂബിന്റെ എന്ത് ചെയ്തു ഡിഫറൻസിയേഷൻ. ഇനി അടുത്ത് എക്സ് ക്യൂബ് അതേപോലെ എഴുതി എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ എടുത്തു. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടി 5x4 എന്ന് കിട്ടി. ഇതാണ് ഫോർമുല. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഫോർമുല അറിയെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫോർമുല പഠിച്ചു വെക്കുന്നതിന് ഇത് പഠിക്കാം, ഇല്ലെങ്കിൽ ഇത് പഠിക്കാം. എന്റെ പ്രിഫറൻസ്, ഞാൻ ഇതായിരുന്നു പഠിച്ചു വെച്ചിരുന്നത്. എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് ഈ ഫോർമുലയാണ്. അടുത്ത ഇതേപോലെ തന്നെ കോഷൻ റൂളുണ്ട്. അതും ചെയ്യുന്ന വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി എഫ് എക്സ് ആണ്. അപ്പൊ ഇതിൽ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, റിമെയിൻ ഡിനോമിനേറ്ററിന് എന്ത് ചെയ്യും, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഇതാണ് നമ്മളെ ഫോർമുല. ഇതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ഈക്വൽ ടു വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് into d by dx of v by v square. ഇതാണ് ഫോർമുല. v into du by dx minus u into dv by dx by v square. ഇതേ സാധനം തന്നെയാണ് ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം കൊടുത്ത് യു കൊടുത്തു, ജി ഓഫ് എക്സിന് പകരം കൊടുത്തു, വി കൊടുത്തു. എന്നൊക്കെ അതാണ് അതോടൊപ്പം ആ രീതിയിൽ പഠിച്ചു വയ്ക്കും. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ചെയിൻ റൂളാണ്. ചെയിൻ റൂൾ എന്താണെന്ന് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ചെയിൻ റൂളാണ്. ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന്റെ സ്ഥാനത്ത് എന്ത് വന്നേക്കാണ്, ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ വന്നേക്കാണ്. അപ്പം ഈ രണ്ട് ഫംഗ്ഷൻ ഒരുമിച്ച് വരുമ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതാണ് ഈ ചെയിൻ റൂൾ വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ചെയിൻ റൂൾ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് കിട്ടാൻ പോകുന്നത്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഈ എഫ് ഓഫ് ഇതിന് നമ്മൾ ആദ്യം എന്തായിട്ട് എടുക്കും, ഒരു എക്സ് ആയിട്ട് എക്സ് ഇവിടെ കൃത്യമായിട്ട് അസ്യൂം ചെയ്യും. അപ്പൊ നമുക്ക് ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടും. പക്ഷെ അവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്, ജി ഓഫ് എക്സ് ആണ്. നമുക്ക് എന്തെന്ന് കിട്ടി, എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് കിട്ടി. ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഇതൊരു ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് അവിടെ എക്സിന്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡ് ടു ജി ഓഫ് എക്സിന്റെ വീണ്ടും ഡെറിവേറ്റീവ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ എന്നാണ് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ ടു എക്സ്. ഈ 2x എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് 2x. സൈൻ ഈ എക്സിന്റെ ഡെറിവേറ്റീവ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. ഇവിടെ സൈൻ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് കോസ് എക്സ് സ്ക്വയർ ആയി. അവിടെ കഴിഞ്ഞില്ല, കാരണം ഇവിടെ ഇതിൻ്റെ അകത്ത് വീണ്ടും ഒരു ഫംഗ്ഷൻ ഉണ്ട് എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്,
2x. അപ്പോൾ നമുക്ക് ഇതിനെ ടോട്ടലായിട്ട് 2x ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ എന്ന് പറയും. ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ. ഇനി അടുത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ എക്സ് റൈസ് എന്നതാണ് ഒരു ഫംഗ്ഷൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടുന്ന എൻ എക്സ് റൈസ് ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. അതുപോലെ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ത് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അതേപോലെ ഈ ഐ എൻ എന്ന് പറഞ്ഞാൽ ലോഗ് ആണ്. ഇപ്പൊ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കൊസീക്ക് എക്സിന്റെ കിട്ടും. 1/sin എടുത്താൽ മതി. കോസ് എക്സിന്റെ കിട്ടും. സീക്ക് കോസ് എക്സ് അറിയുന്നതുകൊണ്ട് തന്നെ സീക്ക് എക്സിന്റെ കിട്ടും. 1/cos എക്സ് ആണ് സീക്ക് എക്സ്. അത് അങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല ക്വസ്റ്റ്യനിലും ചോദിക്കുന്നതാണ്. അടുത്ത് വരുന്നത് ആപ്ലിക്കേഷനാണ്. ഈ ഡെറിവേറ്റീവ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് ആപ്ലിക്കേഷനിൽ പറയാനുള്ളത്. ആദ്യം തന്നെ റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി എത്രമാത്രം ഫാസ്റ്റിലാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ എത്രമാത്രം ഫാസ്റ്റ് ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഡെറിവേറ്റീവ് ഉപയോഗിക്കാൻ പറ്റും. അത് തന്നെ സ്പീഡിനൊക്കെ ഏത് ഡെറിവേറ്റീവിൻ്റെ മെത്തേഡാണ്, പ്രിൻസിപ്പിളാണ് നമ്മൾ അതിലൊക്കെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ടാൻജെന്റ് നോർമലൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനിൽ നിന്ന് ടാൻജെന്റ് നോർമൽ കണ്ടുപിടിക്കാൻ നമ്മളത് ഉപയോഗിക്കും, ഡെറിവേറ്റീവ് ഉപയോഗിക്കും. ഇത് മാക്സിമം അങ്ങോട്ട് ആവശ്യമുള്ളതാണ്. മാക്സിമം മിനിമം ഇത് നമ്മൾ പലയിടത്തായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് പഠിക്കാൻ ഹയസ്റ്റ് പോയിന്റോ ലോവസ്റ്റ് പോയിന്റോ, പിന്നെ ഹയസ്റ്റ് പോയിന്റ് ലോവസ്റ്റ് പോയിന്റ് ഏതാണെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഡെറിവേറ്റീവ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ അതോ ഡിക്രീസിങ് ആണോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഡെറിവേറ്റീവ് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഡെറിവേറ്റീവിന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഈ ടേംസിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പല ഫംഗ്ഷനും വരും. അതിന്റെ കൂടെ തന്നെ ഇതേപോലെ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കോഷൻ റൂളും ചെയിൻ റൂളും പിന്നെ നമ്മളെ പ്രോഡക്റ്റ് റൂളും ഇതെല്ലാം അപ്ലൈ ചെയ്യേണ്ടി വരും. ആണ് ഇമ്പോർട്ടൻറ്റ്. പ്രോഡക്റ്റ് റൂള്, കോഷൻ റൂള്, ചെയിൻ റൂൾ, പിന്നെ ഡെറിവേറ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നോക്കിയിട്ട് വേണം പരീക്ഷ പോകാൻ. പിന്നെ ആപ്ലിക്കേഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൂടാതെ ഈ ജോമെട്രിക് മീനിങ് അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഫസ്റ്റ് പ്രിൻസിപ്പൽ റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിട്ട് വേണം ഒരു കമ്പോസിഷൻ പോലെ നോക്കി നോക്കാം. ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ എന്താണ് സ്ലോപ്പ് ഓഫ് ഫംഗ്ഷൻ്റെ സ്ലോപ്പ് ആവാം. ഫസ്റ്റ് പ്രിൻസിപ്പൽ റൂൾ ആണ്. അത് നോക്കിയിട്ട് വേണം പോകാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അത് കണക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ പ്രോഡക്റ്റ് റൂള്, പവർ റൂള്, കോഷൻ റൂള്, ചെയിൻ റൂള്. ഈ പവർ റൂള് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ എന്തുണ്ട്, റിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അവിടെയൊക്കെ ഇത് ഫിസിക്സിലും മാത്സ് ഇങ്ങോട്ട് കുറെ കാര്യത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ ഡെറിവേറ്റീവിനെ കുറിച്ച് ഉള്ളൂ. കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം.